ഹലോ എവരിവൺ, എംബ്രോയിഡറിയുടെ 5ാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഞാൻ പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിന്റെ പേര് ഫ്രഞ്ച് നോട്ട് എന്നാണ്. ഫ്ലവറൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ് കേട്ടോ ഇത്. വളരെ ഈസിയാണ്. നമുക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 6 സ്റ്റാൻഡ്സിലാണ് ത്രെഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നീഡിൽ പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി ത്രെഡ് ഇതുപോലെ പിടിച്ചിട്ട് 2 തവണ ഈ നീഡിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ഒരു തവണ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ 2 തവണ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഫില്ലിംഗ് ആയിട്ട് തോന്നുന്നത്. ഇത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിൽ കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു നോട്ട് വീണിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഫ്രഞ്ച് നോട്ട് ആയിട്ടുണ്ട്. ഒരു ഡിസൈൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്രഞ്ച് നോട്ട് വളരെ അടുത്തടുത്തായിട്ട് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അടുത്ത സ്റ്റിച്ചിന്റെ പേര് റിംഗ് നോട്ട് എന്നാണ്. ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നീഡിൽ മുകളിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രഞ്ച് നോട്ടിന് ചെയ്ത പോലെ തന്നെ 2 തവണ ത്രെഡ് ഇതുപോലെ നീഡിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ചുറ്റുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ചുറ്റാൻ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലെ നീഡിൽ താഴത്തേക്ക് കുത്തിയിട്ട് വലിക്കുകയാണ്. വലിക്കുന്ന സമയത്ത് ഫ്രഞ്ച് നോട്ടിന് ചെയ്ത പോലെ ഫുള്ളായിട്ട് താഴത്തേക്ക് വലിക്കരുത്. ലൂസായിട്ട് നൂല് ചുറ്റുകൊണ്ട് തന്നെ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒന്നും പിടിച്ചിട്ട് വേണം വലിക്കാൻ. അപ്പൊ അതൊരു റിങ് പോലെ അവിടെ ക്രിയേറ്റ് ആവും. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്ന സമയത്ത് അത് ഫുള്ളായിട്ട് ചിലപ്പോൾ വലിഞ്ഞു പോകും. അങ്ങനെയാകുമ്പോൾ അതൊരു ഫ്രഞ്ച് നോട്ടായിട്ട് മാറും. അതുകൊണ്ട് നല്ല പ്രാക്ടീസ് ഇതിനാവശ്യമാണ്. ഫ്രഞ്ച് നോട്ട് പോലെ റിംഗ് നോട്ടും ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ച് ലോങ് ഫ്രഞ്ച് നോട്ടാണ്. ഇത് ലോങ് ആയിട്ട് ചെയ്യുന്ന ഒരു ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ ഇതുപോലെ 2 തവണ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ത്രെഡ് താഴോട്ടേക്ക് വലിക്കുന്നത്. ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്തെടുക്കാം. അതുപോലെ ഈ ത്രെഡ് താഴോട്ടേക്ക് വലിക്കുന്ന സമയത്ത് അവിടെ ഒരു സീക്വൻസ് വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അടുത്തത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് ആണ്. നീഡിൽ മുകളിലേക്ക് എത്തിയതിനു ശേഷം നമുക്ക് എത്ര ലെങ്ത്തിലാണോ സ്റ്റിച്ച് വേണ്ടത് ആ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത അവിടത്തേക്ക് തന്നെ നീഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ത്രെഡ് നീഡിൽ ഇതുപോലെ ചുറ്റി കൊടുക്കണം. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലെങ്ത്തിലാണോ ത്രെഡ് ചുറ്റേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അത്രയും തവണ ത്രെഡ് ഇതുപോലെ ചുറ്റിക്കൊടുത്തതിന് ശേഷം നീഡിൽ മുകളിലേക്ക് വലിക്കണം. ഞാൻ 9 തവണയാണ് ഇതുപോലെ ത്രെഡ് ചുറ്റിക്കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ഗ്യാപ്പ് വിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് 10ഓ 12ഓ തവണ വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചുറ്റിക്കൊടുക്കാം. നീഡിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചുറ്റിയിട്ടുള്ള ത്രെഡ് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ അത് നീഡിൽ നിന്നും താഴോട്ടേക്ക് വരും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നീഡിൽ പുറത്തേക്ക് എടുക്കാൻ പറ്റും. നീഡിൽ പുറത്തേക്ക് വലിക്കുന്ന സമയത്തും ജസ്റ്റ് കൈകൊണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം കേട്ടോ നീഡിൽ പുറത്തേക്ക് എടുക്കാൻ. എന്നിട്ട് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് തന്നെ നീഡിൽ ഇങ്ങനെ താഴ്ത്തി എടുത്തിട്ടുണ്ട്.
ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് റോസ് ഫ്ലവർ ചെയ്തെടുക്കാം. അപ്പൊ ഇതിനെ ബുള്ളിയൻ റോസ് എന്നാണ് പറയുന്നത്. ബുള്ളിയൻ റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ഇഞ്ച് ലെങ്ത്തിൽ ഇതുപോലെ 2 ലൈൻസ് അടുത്തടുത്തായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഈ 2 ലൈനിലും ഞാൻ 6 തവണ ത്രെഡ് ഇങ്ങനെ ചുറ്റിയിട്ട് ബുള്ളിയൻ നോട്ട് ചെയ്തെടുക്കാണ്. ഇനി അടുത്ത സ്റ്റിച്ച് ഞാൻ ചെയ്യുന്നത് ഇതിനെ കവർ ചെയ്യുന്ന വിധത്തിൽ ഇവിടെ നിന്നും ജസ്റ്റ് ഇങ്ങോട്ടേക്കായിട്ടാണ്. ഫസ്റ്റ് നമ്മൾ 6 തവണയാണ് ബുള്ളിയൻ നോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ ഇതിനേക്കാൾ കൂടുതലായിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴേ ഈ ഫ്ലവർ കവറായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ റൗണ്ടിൽ ഞാൻ 10 തവണയാണ് ത്രെഡ് ഇതുപോലെ ചുറ്റിയെടുക്കുന്നത്. അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റിച്ചിന്റെ സെന്ററിൽ വെച്ചിട്ടാണ്. അതുപോലെ ഓരോ സ്റ്റിച്ചും തൊട്ട് മുമ്പുള്ള സ്റ്റിച്ചിന്റെ സെന്ററിൽ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഈ റൗണ്ട് നമുക്ക് 10 തവണ നൂല് ചുറ്റിയിട്ട് ബുള്ളിയൻ നോട്ട് ചെയ്തെടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ചെയ്യുന്ന സമയത്തും ഇതിന്റെ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടി ലെങ്ത് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പൊ നമ്മൾ 10 തവണയാണ് ത്രെഡ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരുന്നത്. അടുത്ത് ചെയ്യുന്ന സമയത്ത് 12 തവണയോ 13 തവണയോ നമ്മൾ ത്രെഡ് ചുറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 സ്റ്റിച്ചസ് ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ.